ഞാനും ഷാക്കൂട്ടനും കൂടി ബൊലേറോ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. അവർ രണ്ടുപേരും ഇതേ ആ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു. നിയാസിക്ക വണ്ടി ഓടിക്കുവാണ്. നമ്മളങ്ങനെ നേര്യമംഗലം കവാടം കിടക്കുവാണ്. കവാടം ഇതൊക്കെ എന്നെ കേൾപ്പിക്കല് വളർത്തിയത് ഭ്രാന്തുള്ളതാന്ന് അറിയാൻ പാടില്ലേ. വീട്ടിൽ കിടന്ന് കഴിഞ്ഞ ഉങ്ങനടിയായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ.കെ. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി യാത്ര മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത്. മാമലക്കണ്ടത്ത് കഴിഞ്ഞ 2 തവണ പോയി ചമ്മി വന്നതാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇത്തവണ അവിടെ എബിൽ ബ്രോ ഉണ്ട്, പുള്ളി ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളി നമ്മളെ വിളിച്ചിട്ടുണ്ട് അവിടെ നല്ല കിടിലൻ സ്ഥലങ്ങളുണ്ടെന്ന്. എന്നാൽ പിന്നെ അതൊന്ന് പോയി കാണണം, കണ്ട് മനസ്സിലാക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനും ഷാക്കൂട്ടനും യാസീനും കൂടെ പോവാണ്. ജിൻഷാക്ക് അത് പിന്നെ ചവിട്ടി, അത് പിന്നെ പറയാനില്ല. നമുക്കപ്പം മുന്നോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ദിവസം പോയിട്ട് ഒന്നും കിട്ടിയില്ല നമുക്ക്, അതാണ് ഒരു വിഷമം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആ വിഷമം ഇന്ന് തീർക്കണം എന്തായാലും. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകണേ കേട്ടോ. അപ്പോൾ യാസീനും ഷാക്കൂട്ടനും കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി ബൊലേറോ ഓടിച്ചു നോക്കി. അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഷാക്കൂട്ടൻ ബൊലേറോ എടുക്കണമെന്നും പറഞ്ഞ് നടപ്പുണ്ട്. എല്ലാവരെയും ആവേശത്തിൽ അഴുത്തിക്കൊണ്ടാണ് നമ്മുടെ അമൽ ബ്രോയുടെ ബൊലേറോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, നമുക്ക് പോവാം. അവിടെ ചെന്ന് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം. നമ്മുടെ വണ്ടി ലുക്കിന് പുറകിലൊന്നുമില്ല കേട്ടോ. ഓടി വന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊമ്പൻ പാഞ്ഞു വന്ന തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല കേട്ടോ. എനിക്കെന്നായാലും അവൻ വേറെ ലെവലാണ്. അമൽ ബ്രോയുടെ ബൊലേറോയും ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി സാധനമാണ്. ഇനിയും വരാനുണ്ട് ബൊലേറോകൾ, കൂട്ടമായി വരാനിരിക്കുന്നുണ്ട് എന്തായാലും. റോഡ് പണിയൊക്കെ നടക്കുവാണ്. റോഡെല്ലാം നന്നാക്കി തുടങ്ങി. എന്തായാലും വഴിയൊക്കെ അടിപൊളിയായി. വഴിക്ക് വീതിയും കൂട്ടുവാണ്. രാമങ്കമ്പീർ ചിൽ റൈഡിലാണ്. വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് പുള്ളി പറയണത്. അതൊന്നും കുഴപ്പമില്ലടാ, വഴിക്ക് കയറി പോണേനെ കയറ്റി വിട്ടു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ 2 തവണ പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല അവിടെ. നമ്മുടെ പുള്ളി ഒരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ പുള്ളി അവിടെ പുള്ളി മാമലക്കണ്ടത്ത് കാണാമെന്നാണ് പറഞ്ഞേക്കണത്. അവിടെ ഏതൊരു നല്ല വഴിയുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ വിളിച്ചേക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഭയങ്കര രസമുള്ള ഒരു വഴിയാട്ടോ ഇത്. കാരണം 2 സൈഡിലും പച്ചപ്പും നല്ല ഇടതൂർന്ന മരങ്ങളും ഒക്കെ ആയിട്ടും ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ഒരു പ്രത്യേക ഫീലാട്ടോ ഈ വഴിക്ക് പോകുമ്പോൾ. പിന്നെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കുന്ന ഒരു ഏരിയയാണ്. ഫോറസ്റ്റിലാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത്, ചെടികളും മരങ്ങളും ഒക്കെ. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്ന് പോകുന്നൊരു വഴിയും കൂടെയാണ്. പക്ഷെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വഴിയാണ്. പിന്നെ നല്ല ഡേഞ്ചറും ആട്ടോ. ഇഷ്ടംപോലെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഈ വഴിക്ക് ഇഷ്ടം പോലെയാണ്, ഒരു കുറവുമില്ല.
ഇതിപ്പോൾ നമ്മൾ കാട്ടിക്കൂടെ വന്ന സമയത്ത് അവിടെ വലത് സൈഡിലാണെങ്കിൽ ഒരു വെള്ളം, അവിടെ വണ്ടിയൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇറക്കുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറക്കി അതിൻ്റെ അകത്തോടെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ ഒരു താല്പര്യം, അങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തോടെ ഒന്ന് ഇറക്കിയതാണ്. അപ്പോൾ പാറയാണ്, പാറയിൽ കൂടെ വെള്ളം ഒഴുകുന്നു, അതിൻ്റെ അകത്തോടെ വണ്ടി ഓടിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇറക്കി വണ്ടി ഇവിടെ ഉള്ള ആളുകളൊക്കെ വണ്ടി വാഷ് ചെയ്യാനെല്ലാം വന്നൊരു സ്ഥലവും കൂടെ ആട്ടോ ഇത്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. വണ്ടി സൈഡ് പിടിച്ച് കയറുവാണ്. പാഴിയല്ലേ? പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങോട്ട് കയറണേ, അങ്ങോട്ട് കയറണേ. ആ ഹോ ഹോ. ഇച്ചിരി അങ്ങോട്ട് കയറ്റി എടുത്തേക്കാ, കയറ്റി എടുത്തേക്കാ. പോട്ടേട്ടോ, ഇച്ചിരി ബാക്കിറത്. ആ ഇനി കയറി ഒറ്റ കയറ്റ കയറ്റിക്കും. കമ്പെല്ലാം ഒടിച്ച് പറക്കി നീ പോകാൻ പാടായിരിക്കും. തിരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതാണ്. മൊത്തം പാഴി പിടിച്ച് കിടക്കുക. നിൽക്കണം, തിരിക്കാൻ പറ്റേ. കല്ല ഹൗസിങ് നീ കൂടെ തന്നെ ഇരിക്കും കേട്ടോ. പോട്ടെ പോട്ടെ, പതുക്കെ പതുക്കെ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഒരു വണ്ടി തിരിച്ചിറങ്ങിപ്പോയി. ഞാൻ അടുത്തവൻ കയറുവാണ്. ഇന്ന് ശ്യാമോൻ കബീറാണ് ഓടിക്കുന്നത്. എന്നാ നീ ഇങ്ങോട്ട് തിരിച്ചോ. പോട്ടെ 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 പോട്ടാ. പോട്ടെ 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 പോട്ടെ. ഒന്നുകൂടെ ആട്ടി അടിക്കണം കേട്ടോ. പോട്ടെ 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 പോട്ടെ. ഫുൾ ഓടിച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. പതുക്കെ 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 പതുക്കെ. ആ പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. തെന്നി വീഴായിരുന്നു. അതായിരുന്നു വീഡിയോയും പിടിച്ചു നടന്നു. എന്നതാ
അടിപൊളി. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു കവർ തയ്ച്ചിട്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അമലിൻ്റെ നിർബന്ധം മൂലം അഴിക്കുവാണ്. കൊള്ളാം, പുളി സാധനം. അവിടെ മൊത്തം തോട്ടപ്പുഴുവിൻ്റെ അയ്യർ കളിയാണ്. ചാക്കൂറിനൊക്കെ സാനിറ്റൈസറിൽ കുളിക്കണു. ആ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാം കേട്ടോ. ഇനിയിപ്പോൾ എബിലിൻ്റെ അടുത്ത് പോകണം. എബിലാണ് നമ്മൾ വിളിച്ചേക്കണേ. പുള്ളി ഒരു യൂട്യൂബറാണ്. ആണോ? ആണോ? എന്നാൽ ശരിയാ, നിന്ന് പിടിച്ചു, ഞാൻ വണ്ടി എടുക്കാം. വെയിറ്റ് ചെയ്യാം, വെയിറ്റ്. കാടിൻ്റെ ഉള്ളിലായതുകൊണ്ടൊരു ഭയങ്കര രസം തോന്നി കേട്ടോ. അപ്പം അതൊന്ന് വീഡിയോയിലാക്കി ഒന്ന് കാണിച്ചെന്നുള്ളൂ. വണ്ടി കഴുകാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഇവിടെ വരുന്ന സ്ഥലം തന്നെയാണ്. അപ്പം ഉള്ളിലേക്ക് നമ്മൾ ഒത്തിരി പോയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്നേ ഉള്ളൂ. അപ്പം നല്ല രസം തോന്നി. വണ്ടി ചുമ്മാ കിടന്ന് കറങ്ങുവാണ്. മൊത്തം പായലാണ്, അടിപൊളിയാണ്, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ കാടിൻ്റേതായ സൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടി ഇതിനകത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക രസം തോന്നി. അതാണ് ഞാനിത് വീഡിയോ ആക്കി എടുത്തേ കേട്ടോ. നേരെയുള്ള വഴി ഉണ്ടെങ്കിലും വളഞ്ഞ വഴിക്ക് പോകുന്നതാണ് ശീലം. അതായതുകൊണ്ട് തന്നെ ഇപ്പുറം ഒരു ചുമ്മാ ഇച്ചിരി കല്ലും മുള്ളും പാറയൊക്കെ നിറഞ്ഞൊരു വഴി കണ്ടു. അതിലൂടെ വഴിയല്ല, പറമ്പ് കണ്ടു. പറമ്പല്ല, കാട് കണ്ടു. അതിലൂടെ കയറി നേരെ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി കയറണം കേട്ടോ. വണ്ടി നിന്ന് ഇറങ്ങുവാണ്. നമ്മളിനി എവിടെ പോയാലും ചങ്കായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് അമൽ ബ്രോ. അതുകൊണ്ട് തന്നെ പുള്ളിയും പുള്ളിയുടെ വണ്ടിയും നമ്മുടെ എല്ലാ എപ്പിസോഡിലും ഇനി അങ്ങോട്ട് കാണാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പോണ വഴിക്കെല്ലാം പുള്ളിയും കയറും. കയറിയില്ലെങ്കിൽ കയറ്റും, കയറ്റിയില്ലെങ്കിൽ വലിച്ചെങ്കിലും കയറ്റും. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് ബൊലേറോയുടെ വരവ്. ഇച്ചിരി ആ സൈഡ് പിടിച്ചു കയറുവാ. റേസ് ചെയ്തോ.
നമ്മളിപ്പം വെള്ളത്തിൽ കൂടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ കുസൃതികൾ കാണിച്ച് ഇപ്പം തിരിച്ചു കയറിയേക്കുവാണ്. ഇപ്പം നമുക്ക് ഫോൺ അവൻ്റെ കയ്യിലിരിക്കും. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ബൈക്ക് റൈഡർമാരാണ് കൂടുതൽ. എന്തായാലും നമുക്ക് അടുത്ത ഇതിൽ കാണാം. അടുത്ത വ്യൂ പോയിന്റ് എത്തുമ്പോഴത്തേക്കും കാണാം. ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നിർത്തും കേട്ടോ. വേറെ ഒന്നുമല്ല, അങ്ങോട്ടേക്കുള്ളത് ഒരു കിടിലൻ ഒരു അടാർ ഐറ്റം തന്നെയായിരുന്നു മേളിലേക്ക്. അപ്പോൾ അത് വരുമ്പോൾ എന്തായാലും 3/4 മണിക്കൂറിനടുത്ത് വരുമെന്നൊരു തോന്നൽ. അപ്പോൾ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ കണ്ടാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കിട്ടത്തില്ല, ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടം വരെ മാമലക്കണ്ടം എത്തിയ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നോക്കുക, അതിൻ്റെ ബാക്കി ഡീറ്റെയിലിങ്ങും ബാക്കി മലയും കാടും കുന്നും. എന്തായാലും ഈ നാട്ടുകാരുടെ ടാർജറ്റ് എന്ന് പറഞ്ഞ ഒരു മലയുണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ